എങ്ങനെ എളുപ്പ രീതിയിൽ മലയാളം ടൈപ്പ് ചെയ്യാം എന്നാണ്. ഏറ്റവും എളുപ്പ രീതിയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാർഗമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒന്ന് നമുക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന ഒന്നാണ്. ക്ലൗഡ് എന്ന് പറയുന്ന അതിൻ്റെ സൈറ്റിലാണ്, എൻ്റെ സൈറ്റ് ഇതാണ്. ആ സൈറ്റിൽ പോയി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നതായിരിക്കും. ക്ലൗഡിൻ്റെ ഈ സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വിൻഡോ നമുക്ക് ലഭ്യമാകും. ഇത് ഓൺലൈനിൽ മാത്രം നമുക്ക് എഴുതാൻ സാധ്യമാകുന്ന ഒന്നാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. ഇവിടെ മലയാളം എന്നുള്ളിടത്ത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ സാധ്യമാണ്. ഇതാണ് നമ്മളുടെ ഓൺലൈൻ ആയി മലയാളം ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്. വേറെയും സൈറ്റ് ഇതുപോലെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഗൂഗിൾ നമുക്കിത് തരുന്ന ഒരു സൗകര്യമാണ് ഇത്. ഇനി നമുക്ക് നെറ്റില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഓഫ്ലൈനിലും നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധ്യമാണ്. അത് എങ്ങനെയെന്ന് ആണ് പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് IME എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന IME ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ആ സൈറ്റിലോട്ട് പോവുക. ഈ സൈറ്റിൻ്റെ ലിങ്കാണ് ഇത്. അതിൻ്റെ ലിങ്കും ഡിസ്കിൻ്റെ താഴെയായിട്ട് നൽകുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു പേജ് തുറന്നു വരുമ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. കുറേ ഭാഷകൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഭാഷ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടത് മലയാളം ആണ്. ഇതുകൊണ്ട് മലയാളം ടൈപ്പിംഗ് ആണ് പറയുന്നതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്ത് ചെയ്യുക. അതിനുശേഷം അവരെ എഗ്രിമെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് സേവ് ചെയ്യുക, കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ആ ഡൗൺലോഡ് എവിടെയാണോ ചെയ്തിരിക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ചെയ്തിരിക്കുന്നത് അവിടെ മിക്കവാറും ഇങ്ങനെ ഒരു ഫോൾഡറിലായിരിക്കും ഡൗൺലോഡ്സ് എന്ന് പറയുന്ന മൈ ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ്സ് ആയിരിക്കും മിക്കവാറും നടക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഇൻപുട്ട് ടൂൾ സെറ്റപ്പ് എന്ന് പറയുന്ന IMEയുടെ സെറ്റപ്പ് ഫയൽ നമുക്കിവിടെ കാണാം. ഇതൊരു സോഫ്റ്റ്വെയർ അല്ല, ഇതൊരു ലാംഗ്വേജ് ഇൻപുട്ട് മെത്തേഡ് ആണ്. അതുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമായാലും നമുക്കിത് ഡെസ്ക്ടോപ്പിലൊന്നും കാണത്തില്ല. ഇതിൻ്റെ ഐക്കൺ വന്ന് കാണുന്നില്ല. ഇത് എന്തുകൊണ്ടെന്നാൽ ഇതൊരു സോഫ്റ്റ്വെയർ അല്ല എന്നുള്ളതുകൊണ്ട്. ഇത് ഇൻപുട്ട് മെത്തേഡാണ്. ഇത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക, റൺ ചെയ്യുക. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാൻ രണ്ടാമതൊന്നും കൂടെ ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ലാംഗ്വേജിൻ്റെ ടാസ്ക് ബാറിൽ, കമ്പ്യൂട്ടറിൻ്റെ ഈ ടാസ്ക് ബാറിൽ വലതുവശത്തായിട്ട് EN ഇംഗ്ലീഷ് എന്നും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MY മലയാളത്തിൻ്റെയും ഐക്കൺ വരും. അങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് കിട്ടുകയും സാധാ പോലെ തന്നെ ഇംഗ്ലീഷ് വരികയും, അതുപോലെ തന്നെ അതിൻ്റെ മലയാളം വേണമെങ്കിൽ ഇത് മൈ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് ഹലോ എന്ന് അടിക്കും. നമുക്ക് അതിനകത്ത് സേവ് ചെയ്ത് നമുക്ക് വെക്കാം. ഓൾറെഡി നമുക്ക് കാർത്തിക ഫോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വരുന്നത് കൊണ്ട് കാർത്തിക ഫോണ്ടിലായിരിക്കും ഇത് ടൈപ്പ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ ചില അവസരത്തിൽ നമുക്ക് അപ്പോൾ ഇത് വേർഡിൽ ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതുപോലെ നോട്ട് പാഡിൽ നമുക്കിതുപോലെ
ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് രീതിയിലും ഇതിൻ്റെ ഈ ഐക്കൺ ഇവിടെ മലയാളമാക്കി കഴിഞ്ഞാൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതൊരു ഇന്നൊരു സ്റ്റാർട്ടർ വിൻഡോ നമുക്ക് ഇതുപോലെ ലഭിക്കും. ഇനി ചില സമയത്ത് ലാംഗ്വേജ് ബാർ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ നേരെ കൺട്രോൾ പാനലിലേക്ക് വരികയും സ്റ്റാർട്ട് കൺട്രോൾ പാനലിലേക്ക് വരികയും അവിടെ റീജിയണൽ ലാംഗ്വേജ് ഓപ്ഷനിൽ ലാംഗ്വേജ് ടാബ് എന്ന് പറയുന്ന ഈ ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷോ ലാംഗ്വേജ് ബാർ എന്നുള്ള ഓപ്ഷനിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. ഇതെല്ലാം ഓക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഈ ലാംഗ്വേജ് ബാർ ടാസ്ക് ബാറിൽ ആ ലാംഗ്വേജ് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കൺട്രോൾ പാനൽ തുറന്നിട്ട് നിങ്ങൾക്കത് ലാംഗ്വേജ് ബാർ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഐക്കൺ ഏതാണ് സ്റ്റാർട്ടർ വിൻഡോ നമുക്കിവിടെ ലഭിക്കും. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആവശ്യാനുസരണം നമ്മുടെ ഇഷ്ടാനുസരിച്ച് അങ്ങോട്ടോ താഴെയോ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഈ മാ എന്ന് കിടക്കുമ്പോൾ ഇത് മലയാളമാണ്. ഈ മലയാളം എന്ന് പറയുന്നത് ഇതിവിടെ ഇംഗ്ലീഷും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇത് കീബോർഡാണ്. ഈ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആണ് ഇതുപോലെ ഓരോ അക്ഷരങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ വരുന്നതാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ലത് നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇത് തന്നെ ഇതിനകത്ത് തന്നെ ഒരുപാട് സെറ്റിങ്സുകൾ വേറെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് ആദ്യം ചെയ്തു നോക്കുക. ഇത് ഉപയോഗിക്കാൻ സാധ്യമില്ല എങ്കിൽ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതുപോലെ മലയാളവും ഇംഗ്ലീഷും മാറി മാറി ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാണ്. സാധാരണ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആൾട്ടും ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ആകും. ഇനി വീണ്ടും ആൾട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. വീണ്ടും ഒരിക്കൽ കൂടി അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരികയും ഇത് വേണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയും നമുക്ക് ചെയ്യാം. അതേ അവസരത്തിൽ തന്നെ നമുക്കിത് ഇങ്ങനെ കിടക്കുകയും ഈ മലയാളം ഓപ്ഷൻ നമുക്ക് ഇംഗ്ലീഷും മലയാളം മാറിയും തിരിച്ചും വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ജി ഉപയോഗിക്കുക. അപ്പോൾ അവിടെ എ വരുന്ന ശ്രദ്ധിച്ചാൽ മതിയാവും. ഇപ്പം നമുക്കത് ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത്. ഇനി കൺട്രോൾ ജി വീണ്ടും ഞാൻ അമർത്തുമ്പോൾ അവിടെ മലയാളം വരും. അപ്പോൾ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ മാറി ഈ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് നമ്മളിവിടെ ഈ ലാംഗ്വേജ് ടാസ്ക് ബാറിലുള്ള ഈ ലാംഗ്വേജ് സെക്ഷനിൽ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കീ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പമെന്ന് പറയുന്നത്. കൺട്രോൾ ജിയും അതുപോലെ തന്നെ ആൾട്ട് ഷിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് വരാനും പോകാനും ഇനാക്റ്റീവ് ആക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. പ്രയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ ഇടേണ്ടതാണ്. നിങ്ങൾക്ക് സാധ്യമല്ല, ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതും ഇവിടെ അറിയിച്ചാൽ നമുക്കത് പരിഹരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.